Hi friends, welcome to KpeesTech. Power Query കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഫസ്റ്റ് വീഡിയോ ഈ പവർ ക്വറി എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പവർ ക്വറി ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ കമ്പ്യൂട്ടറിലുള്ള ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എക്സൽ വേർഷൻ ഏതാണെന്ന് നോക്കണം. 2010 13 16 ഏതാണ് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ 2010 വേർഷനാണ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉള്ളതെങ്കിൽ എക്സൽ ഓപ്പൺ ചെയ്ത് അതിനുശേഷം ഫയലിൽ പോയി അവിടെ ഹെൽപ്പ് എന്ന് കാണും. ഹെൽപ്പ് താഴെ ഇവിടെ ഹെൽപ്പ് എന്ന് കാണും. ഈ ഹെൽപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം എബൌട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ. ഇവിടെ കാണിക്കും ഇത് 32 ബിറ്റ് വേർഷനാണോ അതോ അത് 64 ബിറ്റ് വേർഷനാണോ എന്നുള്ളതല്ല. നേരെ മറിച്ച് നിങ്ങൾ 2013 2016 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഏത് ബിറ്റ് വേർഷനാണ് എക്സലിൻ്റെ എന്ന് അറിയണമെങ്കിൽ ഫയലിൽ പോയി മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഫയലിൽ പോയിട്ട് ഇവിടെ താഴെ അക്കൗണ്ട് എന്ന് കാണും. അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ എബൌട്ട് എക്സൽ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സൽ വേർഷൻ ഏതാണ് എന്ന് കാണാൻ കഴിയും. എക്സലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണും. നമുക്കിത് ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക. ഡൗൺലോഡ് പവർ ക്വറി എന്ന് കൊടുക്കുക. ഇത് നിങ്ങൾ 2010 13 വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം മതി. നേരെ മറിച്ച് നിങ്ങൾ 2016 ആണെങ്കിൽ അതിൽ ഓൾറെഡി ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ പവർ ക്വറി എന്ന് കൊടുത്തു ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഓഫീസ് microsoft.com താഴെയായിട്ട് ഡൗൺലോഡ് മൈക്രോസോഫ്റ്റ് ക്വറി കാണും. ഇതിൽ പോയാൽ ഇംഗ്ലീഷ് വേർഷൻ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഡൗൺലോഡ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എല്ലാം ഇവിടെ കാണും. ഡൗൺലോഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ നമ്മളോട് ഇതിൽ ഓപ്ഷൻ 3 അവൈലബിൾ ആണ്. നിങ്ങൾ 64 ആണെങ്കിൽ നിങ്ങൾ 64-ൽ സെലക്ട് ചെയ്യുക. അല്ല 32 ബിറ്റ് വേർഷനാണ് നിങ്ങളുടെ എക്സൽ എങ്കിൽ അത് 32 ബിറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രസ് ചെയ്യുക, ഡൗൺലോഡ് കൊടുക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ എക്സലിൻ്റെ ഈ മെനുവിൻ്റെ മേലെയായിട്ട് ഇവിടെ പവർ ക്വറി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡ്. ഇപ്പോൾ ഇവിടെ പവർ പിവോട്ട് എന്ന് കാണുന്നില്ല, അതുപോലെ ഇവിടെ പവർ ക്വറി എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഇല്ലാത്ത ആളുകൾക്ക് ഇവിടെ ഒരു പുതിയ മെനു വരും. ഇൻ കേസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എക്സൽ ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ടും കാണുന്നില്ല എങ്കിൽ ഫയലിൽ പോയി ഓപ്ഷൻസിൽ പോയിട്ട് ഇവിടെ ആഡ് ഇൻ എന്ന് കാണും. ഈ ആഡ് ഇനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാനേജ് എക്സൽ ആഡ് ഇൻസ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോം ആഡ് ഇൻ COM ആഡ് ഇൻസ് എന്ന് കാണും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഗോ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് കോം ആഡ് ഇൻസിൻ്റെ പേരുകൾ കാണിക്കും. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പവർ പിവോട്ട് ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ പവർ പിവോട്ട് എന്ന് വന്നത്. അതുപോലെ നിങ്ങളുടെ പവർ ക്വറി എന്നുള്ളത് ഇവിടെ ഒരു പേര് കാണും, പവർ ക്വറി എന്നുള്ളത്. അത് നിങ്ങൾ ടിക്ക് മാർക്ക് ഇല്ലെങ്കിൽ അത് ടിക്ക് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ എക്സൽ ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ ക്വറി എന്നുള്ള ഒരു ഹെഡ് വരും. അപ്പോൾ നിങ്ങൾക്ക് പവർ ക്വറി യൂസ് ചെയ്യാൻ നിങ്ങളുടെ എക്സൽ കമ്പാറ്റബിൾ ആയി എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം 2010-ലും 13-ലും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് നിങ്ങൾക്ക് 2016 വേർഷൻ ആണെങ്കിൽ ഇവിടെ ഡാറ്റ എന്നുള്ളതിന് കൂടെ ഡാറ്റയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത്രയും ഏരിയയിൽ അതുമായി ബന്ധപ്പെട്ട നമുക്ക് പവർ ക്വറി മെനൂസ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. ഡാറ്റയുടെ അണ്ടറിൽ ഗെറ്റ് ആൻഡ് ട്രാൻസ്ഫോം ഡാറ്റ, ഇതാണ് പവർ ക്വറിയുടെ. ഇപ്പം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മൈക്രോസോഫ്റ്റ് 365 ആണ്. അതിലും ഇത് അണ്ടർ ഡാറ്റയുടെ താഴെയാണ് വരുന്നത്. ഇപ്പോൾ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ പവർ ക്വറി ക്ലിക്ക് ചെയ്താൽ ഈ ഡീറ്റെയിൽസ് എല്ലാം കാണും. ഇത് പഴയ വേർഷനിലും പുതിയ വേർഷനിലും ചില മെനൂസിനെല്ലാം വ്യത്യാസം ഉണ്ടാവും. ഗെറ്റ് ഡാറ്റ എന്നുള്ളത് നമുക്ക് ഏതെല്ലാം ഡാറ്റകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാമെന്നാണ് കാണുന്നത്. സി ഫ്രം വർക്ക് ബുക്ക്, ടെക്സ്റ്റ് ഫയൽ, XML, JSON, ഒരു ഫോൾഡറിൽ നിന്ന് ഡാറ്റ ചെയ്യാം. ഫ്രം ഡാറ്റാ ബേസ് ഇത്രയും ഡാറ്റാ ബേസ് എന്ന് ചെയ്യാം. Azure, ഫ്രം ഓൺലൈൻ, SharePoint, from other sources, from website in the table range, from Microsoft Query. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഡാറ്റ ഡിഫറെൻറ്റ്
ലൊക്കേഷനിലോ ഏത് ഡിഫറെൻറ്റ് ഫോൾഡറിലോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫയൽസ് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും ഈ ക്വറി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും മൈക്രോസോഫ്റ്റ് ക്വറി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് സക്സസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്